മാവേലിക്കര പല്ലാരിമംഗലം വല്ലഭക്കാവ് ഭഗവതി ക്ഷേത്രത്തിലെ പുനഃപ്രതിഷ്ഠാ വാർഷികവും പുണർദം മഹോത്സവവും മെയ് 20 നടക്കും. പൊങ്കാല, കലശം, നൂറുംപാലും, സംഗീതാർച്ചന എന്നിവയും ഇതിന്റെ ഭാഗമായി നടക്കുമെന്ന് ക്ഷേത്ര ഭാരവാഹികൾ അറിയിച്ചു. മാവേലിക്കര പല്ലാരിമംഗലം ശ്രീ വല്ലഭക്കാവ് ഭഗവതി ക്ഷേത്രത്തിലെ പുനഃപ്രതിഷ്ഠാ വാർഷികവും പുണർദം മഹോത്സവവും മെയ് 20 നടക്കും. പൊങ്കാല, കലശം, നൂറുംപാലും, അന്നദാനം, സംഗീതാർച്ചന എന്നിവയും ഇതിന്റെ ഭാഗമായി നടക്കും. രാവിലെ 7:30 പൊങ്കാലയ്ക്ക് തുടക്കമാകും. ലേഖ ഭദ്രദീപം തെളിയിക്കും. കലശം, കലശാഭിഷേകം, നടതുറക്കൽ എന്നിവയും നടക്കുമെന്ന് ക്ഷേത്രരക്ഷാധികാരി ഹരിദാസ് പല്ലാരിമംഗലം അറിയിച്ചു. നൂറ്റാണ്ടുകളായി സ്ഥിതി ചെയ്യുന്ന പ്രമുഖമായ ഒരു ക്ഷേത്രമാണ് ശ്രീ വല്ലഭക്കാവ് ദേവീക്ഷേത്രം. ഇവിടെ ആരാധനകൾ തുടങ്ങിയിട്ട് തന്നെ കാലങ്ങൾ ഒത്തിരിയായി. ക്ഷേത്രം പുതുക്കിപ്പണിഞ്ഞ് മണടി ഭഗവതിയുടെ ക്ഷേത്രത്തിൽ നിന്നും കൊണ്ടുവന്ന കണ്ണാടി ബിംബവും അതുപോലെ തന്നെ അവിടുത്തെ മണ്ണും ഞങ്ങളുടെ പൂർവ്വസൂരികൾ സ്ഥാപിച്ച ഈ ക്ഷേത്രത്തിലെ പ്രതിഷ്ഠാ വാർഷിക ഉത്സവമാണ് ഈ വരുന്ന മെയ് 20 ബുധനാഴ്ച രാവിലെ. പ്രാവശ്യത്തെ പ്രതിഷ്ഠാ വാർഷികത്തിൻ്റെ പ്രത്യേകത എന്ന് പറയുന്നത് തിരുവിതാംകൂർ കൊട്ടാരത്തിലെ, അതായത് കിളിമാനൂർ കൊട്ടാരത്തിലെ ഹൈനസ് ലേഖത്തമ്പുരാട്ടി ഇവിടുത്തെ പൊങ്കാലയ്ക്ക് ഭദ്രദീപം കൊളുത്തുവാനെത്തുന്നു എന്നുള്ളത് ഒരു വിശേഷപ്പെട്ട അനുഗ്രഹമായി ഞങ്ങൾ കരുതുകയാണ്. ദേവി അമ്മ മഹാമായ ഏതാണ്ട് 150 പരം കുടുംബവും ഈ പ്രദേശത്തെ മുഴുവൻ ഭക്തജനങ്ങളും ഒന്നായി നിന്നുകൊണ്ട് ഓരോ വർഷവും ക്ഷേത്രത്തിൻ്റെ ആചാരങ്ങൾ നടത്തുമ്പോൾ അടുപ്പിച്ച് 2 വർഷമായി ഇപ്പോൾ താന്ത്രിക നിർദ്ദേശപ്രകാരം പുള്ളുവൻ പാട്ട് അന്യമായിക്കൊണ്ടിരിക്കുന്ന ഏറ്റവും വലിയ കാവിലെ വഴിപാടാണ് നാഗവിണിയാളന്മാർ നാഗദൈവങ്ങളുടെ രൂപത്തിൽ നിന്നുകൊണ്ടുള്ള കളവെഴുത്തും പാട്ടും സർപ്പം തുള്ളലും 2 വർഷം കൊണ്ട് നടന്നു വരികയാണ്. ന്യൂസ് ബ്യൂറോ, കായംകുളം.